കാറിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ച ബ്ലോഗർ സഞ്ജു ടെക്കിക്കെതിരെ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. നിയമവിരുദ്ധത ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ബ്ലോഗർമാർക്ക് ഹൈക്കോടതി നോട്ടീസ് അയക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. മോട്ടോർ വാഹന വകുപ്പിനെതിരെയും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്നും. ആജ്ഞ, വലിയ രീതിയിലുള്ള വിമർശനം മോട്ടോർ വാഹന വകുപ്പിനെതിരെയുണ്ട്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഗതാഗത നിയമ ലംഘനം ഉണ്ടായാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഹൈക്കോടതി നൽകുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ ഓൾട്ടർ ചെയ്ത് പോവുക, വലിയ രൂപമാറ്റം വരുത്തുന്ന രീതികളൊക്കെ ഇപ്പോൾ പലപ്പോഴും കാണാൻ കഴിയും. യുവാക്കൾ ആ രീതിയിലുള്ള പല പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. ശക്തമായ താക്കീത് തന്നെ നൽകുകയല്ലേ ഹൈക്കോടതി? തീർച്ചയായിട്ടും കാരണം വ്യക്തമായിട്ട് ഹൈക്കോടതി ഇക്കാര്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് അപകടത്തിന് കാരണമാക്കുന്ന ഫ്ലാഷ് ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളിൽ എന്ത് നടപടിയെടുത്തിട്ടുണ്ട് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. മാത്രമല്ല, വാഹനം ഇത്തരത്തിൽ ഓൾട്ടർ ചെയ്ത് ഉപയോഗിക്കുന്നതിനെതിരെ നടപടിയെടുക്കാൻ നേരത്തെ തന്നെ ഹൈക്കോടതി ഉത്തരവിട്ടതാണ്. ഇതിലെന്ത് നടപടിയെടുത്തിട്ടുണ്ട് എന്ന് ഗതാഗത കമ്മീഷണർ നേരിട്ട് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തണമെന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ ആവശ്യം. ഫ്ലാഷ് ലൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അത് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഡ്രൈവർക്ക് കണ്ണു കാണാൻ പറ്റാത്ത സാഹചര്യമുണ്ടാക്കും. ഇത്തരം കാര്യങ്ങൾ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. മാത്രമല്ല, ആഫ്റ്റർ മാർക്കർ, LED ലൈറ്റുകൾ, നിയോൺ ലൈറ്റുകൾ തുടങ്ങിയവ ഘടിപ്പിച്ച വാഹനങ്ങൾക്കെതിരെയും കർശനമായി നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ ആവശ്യം. സഞ്ജു ടെക്കി കാറിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ച് നിരത്തിലൂടെ വാഹനം ഓടിച്ച സംഭവത്തിൽ അത് മാത്രമല്ലാതെ സോഷ്യൽ മീഡിയകളിൽ കൂടി പ്രചരിക്കുന്ന ഇത്തരത്തിൽ നിയമലംഘനം ഉണ്ടാക്കി, അതായത് വാഹന നിയമങ്ങൾക്ക് എതിരായി നിയമലംഘനം നടത്തി ഓടിക്കുന്ന വാഹനങ്ങൾക്കെതിരെ എന്ത് നടപടിയെടുത്തു? നേരത്തെ തന്നെ ഇത്തരം നടപടികൾ എടുക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടതാണ്. കേന്ദ്രവും ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ എടുക്കണം എന്ന് തന്നെയാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഗതാഗത കമ്മീഷണർക്കാണ് ഇതിന്റെ കൃത്യമായ ചുമതല. അദ്ദേഹം എന്ത് നടപടിയെടുത്തു എന്നുള്ള കാര്യം ഹൈക്കോടതിയെ നേരിട്ട് ഹാജരായി ബോധ്യപ്പെടുത്തണമെന്ന് തന്നെയാണ് കോടതിയുടെ ആവശ്യം. ഈ വരുന്ന വ്യാഴാഴ്ച, അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് തന്നെയാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കല്യാണത്തിന് പോകുന്ന ഒരു വാഹനത്തിൽ, ഒരു കാറിൽ ഒരു ചെറുപ്പക്കാരനും ഒരു യുവതിയും പുറത്തേക്ക് ഉടൽ ഉൾപ്പെടെയുള്ള ശരീരഭാഗം പുറത്തേക്കിട്ട് ഡ്രൈവ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യം, മറ്റുള്ള വാഹനങ്ങൾക്ക് യാത്രാ തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യം, അപകടകരമായ രീതിയിൽ ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്യുകയും അത്തരം ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുമ്പോൾ സ്വമേധയാ ഈ കാര്യത്തിലാണ് ഹൈക്കോടതി ഈ കേസ് എടുത്തിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. സ്വമേധയാ ഹൈക്കോടതി കേസെടുത്തിട്ട് പോലും ഇക്കാര്യത്തിൽ MVD എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നാണ് ഹൈക്കോടതി ആരാഞ്ഞത്. ഇത്തരം കാര്യങ്ങളിൽ മൗനം പാലിച്ചാൽ ഒരുപക്ഷെ നിയമലംഘനങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്നും കോടതി ഈ അവസരത്തിൽ ബോധ്യപ്പെടുത്തി. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കാറിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ച ബ്ലോഗർ സഞ്ജു ടെക്കിക്കെതിരെയാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. ഈ ഹർജിയിൽ ഹൈക്കോടതിയുടെ നിയമവിരുദ്ധത ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.